ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഉത്രാടം ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്ക് ചെറിയൊരു ഫാമുണ്ട്. അപ്പോൾ ഫാമിലെ കോഴി കുഞ്ഞുങ്ങളെയും കോഴികളെയൊക്കെ നമുക്കൊന്ന് കാണാം. മുകളിലാണ് നമ്മുടെ കൂടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്രാമശ്രീ കോഴി കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഇവർക്ക് ഏകദേശം 1.5 മാസം പ്രായമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർ പൊതുവെ തന്നെ അറിയപ്പെടുന്നത് അടുക്കളമുറ്റുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ്. ഈ പഞ്ചായത്ത് സ്കീമിലൊക്കെ ഒരുപാട് കിട്ടുന്നത് ഇങ്ങനത്തുള്ള കോഴികളാണ്. വളർത്തുന്നവർക്ക് കോഴി വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ പൂവൻ കോഴിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3.5 കിലോ വരെയൊക്കെ വെയിറ്റ് വെക്കും. പിന്നെ നമുക്ക് പിടക്കോഴിയാണെങ്കിൽ 4 വർഷമൊക്കെ തുടർച്ചയായിട്ട് മുട്ടയിടുന്ന കോഴി ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് അരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മുട്ട ഉൽപ്പാദനം കുറയുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മളങ്ങനെ അരി കൊടുക്കാറില്ല. ഗോതമ്പ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ അതൊക്കെ നമുക്ക് കൊടുത്ത് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ വിൽപ്പനയ്ക്കായതുകൊണ്ട് നമ്മളല്ലാതെ ഗ്രോവർ വാങ്ങിച്ചാണ് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും വരുത്തരുന്നില്ല. നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ ഇരിക്കും. ഏത് കോഴിയാണെങ്കിലും ആ കൂട് നനയാതെ നമ്മൾ നോക്കണം. നനയാതെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷനൊന്നും അടിക്കാതിരിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഇതിലാണ്. പിന്നെ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കും. ഈ പാത്രത്തിലാണ് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കിടക്കുന്ന റൂമൊന്നും വൃത്തികേടാവത്തില്ല. കോഴികൾ കിടക്കുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് പൂവൻ കോഴികൾ തോന്നുന്നുണ്ട് ഇതിനകത്ത്. കാര്യം നമുക്ക് ഈ നൊയമ്പ് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു പൂവൻ കോഴിക്ക്. അങ്ങനെ നമ്മൾ രണ്ടാമതെടുത്ത ബാച്ചാണ് ഇവർ. പിന്നെ ഇതിനകത്ത് തന്നെ പൂവൻ കോഴികൾ നമുക്ക് ഈ പള്ളിയിലേക്കൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കൊച്ചു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ. ഇവരെ നമുക്ക് പിടിക്കാനൊന്നും പാടൊന്നുമില്ല. ഇവർ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ പ്രതിരോധശേഷി അത്യാവശ്യമുണ്ട്. നല്ല ഇനം കോഴികളാണ്. വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കോഴിയെ കണ്ട ഇത് ആർക്കെങ്കിലും പറയാമോ ഏത് ഇനമാണെന്ന്? ഇതാണ് നമ്മുടെ VV3യുടെ പൂവൻ കോഴി. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ VV3യുടെ പൂവൻ കോഴി നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രത്തോളം വളരുമെന്നോ എത്ര വെയിറ്റ് വയ്ക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഫസ്റ്റാണ് ഒരുപാട് പേര് നമ്മൾ കൊടുത്ത് അത് നമ്മൾ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടും ആൾക്കാർ ഇതിൻ്റെ വെള്ള കളറുകൊണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴേ ഈ കോഴി എത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് തരുമെന്ന് പറയാൻ പറ്റും. അന്ന് ആ സാറ് പറഞ്ഞത് ഇതൊരു ഏകദേശം 1.5 കിലോയൊക്കെ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് നോക്കാം. ഇപ്പം എന്താ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് വലിയ വെയിറ്റൊന്നും ഇല്ല. പൂ പോലെ ഇരിക്കുവാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്കൊരു നേട്ടം ഉണ്ടായത് ഇതിന് നമുക്ക് 2 പിടക്കോഴി കിട്ടിയിട്ടുണ്ട്. ഇവിടെ VV3 കോഴിയില്ല. ഹൈടെക്കിൻ്റെ ഒരു കൂട് വാങ്ങിച്ചിട്ട് പച്ചനത്തിന് ഇടണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ആ VV3യുടെ പിടക്കോഴി കാണിക്കാം. പൂവൻ കോഴിയെ കണ്ടോ? ഇതാണ് VV3യുടെ പൂവൻ കോഴി. ഇത് നമ്മൾ ഒരു 50 ഉണ്ടായിരുന്നു. 50 നമ്മൾ എടുത്തോളായിരുന്നു. കാര്യം ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് അറിയാം. ഇതാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ല പൂവൻ കോഴിയുടെ കിട്ടിയ 2 പിടക്കോഴികളുണ്ടായിരുന്നു. അതിലൊരാളാണ്. ഒരാൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഗ്രാമശ്രീയുടെ കൂടെയാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. കാര്യം നമുക്ക് ഒരുപാട് കൂടൊന്നുമില്ല. എല്ലാവരും ഇവിടെ മാറ്റി ഇടാനും. അപ്പോൾ ഒരു കോഴിയായിട്ട് തന്നെ നമുക്ക് ഒരു കൂടെ വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കുന്നത്. അങ്ങനെ നമുക്കൊരു പിടക്കോഴി കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. അതിന് മുട്ട ഇടിക്കണം. മുട്ട ഇടുവായിരിക്കും കുറച്ചുകൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക്. പിന്നെ ഇത് നമ്മൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കത്തില്ല. കാര്യം നമുക്കിവിടെ 2 മക്കളുണ്ട്. ആവശ്യത്തിനുള്ള മുട്ട നമുക്ക് കിട്ടുമല്ലോ. നമുക്കല്ലാതെ 2 കോഴികളുണ്ട് മുട്ട ഇടുന്നത്. അപ്പോൾ ഇതാണ് പിടക്കോഴികൾ. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. നല്ല രസമുണ്ട് കാണാൻ. ഒരു പ്രത്യേകതയാട്ടോ VV3 കോഴിക്ക്. നമ്മളിതുവരെ ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനൊരു 10 എടുക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്കിതിനാണ് ഇവരോട് ഇട്ടേക്കാം. ഈ കോഴിയുണ്ട്. ഈ കോഴി നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ കൈരളി കോഴികൾ. ഇത് നല്ല പ്രതിരോധ ശേഷിയായിട്ട് ഒരുപാട് പ്രതിരോധ ശേഷി ഉള്ള കോഴിയാണ്. പെട്ടെന്ന് അസുഖവും കാര്യങ്ങളൊന്നും വരുത്തില്ല. നല്ല കോഴി. ഇപ്പം നമ്മൾ കൂടുതലും ചെയ്യുന്നത് കൈരളിയാണ്. എല്ലാവർക്കും ഇഷ്ടം. വീട്ടിൽ വളർത്താനും എല്ലാവരും കൈരളിയാണ് വന്ന് ചോദിക്കുന്നത്. പിന്നെ കൈരളിയുടെ മുട്ട ചെറുതാണ്. അതുകൊണ്ട് ഈ കൊടുക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു വിഷമമാണ്. മുട്ട ചെറുതാണല്ലോ. പക്ഷെ ആ ചെറിയ വലിപ്പത്തിലല്ല കാര്യം. മുട്ടയ്ക്ക് നല്ല ഔഷധ ഗുണമുള്ള മുട്ടയാണ്. നല്ല കോഴിയാണ്. എല്ലാവരും നമുക്ക് കൂടുതൽ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ
9 വർഷം ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് കസ്റ്റമേഴ്സിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കൈരളിയുടെ പെടക്കോഴി, തൊപ്പിക്കോഴി കേട്ടോ. ഒരുപാട് പേര് തൊപ്പിക്കോഴി ചോദിച്ച് വരാറുണ്ട്. ഇവനാണ് നമ്മളെ മക്കൾക്ക് മുട്ട തരുന്ന മിടുക്കനാണ്. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ആ മുട്ട ഇട്ട സമയത്ത് തന്നെ ഓടിപ്പോയി എടുത്തോണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൊത്തി പൊട്ടിക്കും. നമുക്കങ്ങനെ കൊത്തി പൊട്ടിക്കാറില്ല. അഥവാ കൊത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമാവും, പിന്നെ നമുക്ക് മുട്ടയൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും വീട്ടിൽ ഒരു കോഴിയൊന്നും വേണം, ഒരു 5 കോഴിയെ വളർത്തുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കുഞ്ഞുമക്കൾക്കും പോഷകമൂല്യമുള്ള മുട്ട കൊടുക്കാമല്ലോ. അതുമാത്രമല്ല, ഇപ്പം കെമിക്കലായിട്ടുള്ള മുട്ടയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു 5 കോഴിയെങ്കിലും വീട്ടിൽ വളർത്താൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ കൈരളി കോഴി. കൈരളി കോഴി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇതിനകത്ത് നമുക്ക് കരിങ്കോഴികളൊക്കെ വരാറുണ്ട്. അപ്പോൾ കരിങ്കോഴികൾക്കൊക്കെ പ്രത്യേകിച്ച് ആൾക്കാർ വന്നിങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മൾ കൊടുക്കാറുമുണ്ട്. പിന്നെ നമുക്കങ്ങനെ മുട്ടയ്ക്കൊന്നും നമുക്ക് എടുത്തിടാനും പറ്റില്ല. അത് വളർന്ന് മുട്ട ഇടാറാകുമ്പോഴത്തേക്കായിരിക്കും ആൾക്കാർ വന്ന് ചോദിക്കാൻ, നമ്മളത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിനെ കൂട്ടിലോട്ടിടാം. ഇതാണ് നമ്മളെ കുറുങ്ങാലി കോഴി. കുറുങ്ങാലി എന്ന് പറയുമ്പോൾ ഇവള് നമ്മളെ വീട്ടിൽ വന്ന് കയറിയതാട്ടോ. അപ്പം നമ്മൾ വളർത്തിയതല്ല, ഇവള് നമ്മളെ വീട്ടിൽ വന്ന് കയറിയതാ. ഇപ്പം വന്നിട്ടൊരു 3-3.5 വർഷത്തോളമായി. പക്ഷെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവള് പറന്നു പോകും, നമുക്ക് തുറന്നു വിടാൻ പറ്റത്തില്ല. അന്നേരെ പറക്കും, നല്ല പൊങ്ങി പറക്കും, നല്ലോണം പറക്കും. കാട്ടുകോഴിയാണെന്നൊക്കെ ഇവിടെ വന്ന കസ്റ്റമർ പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് അടയിരിക്കും. 3 പ്രാവശ്യം ഇവിടെ അട വെച്ച് അത് വിരിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഈ പ്രാവശ്യം ഒരുപാട് നാളായി അട ഇരിക്കാത്ത എന്താണെന്ന് അറിയാൻ വയ്യ. പക്ഷെ മുട്ടയൊക്കെ ഇടുന്നുണ്ട്. അവൾ ഇതുപോലെയാണ്, മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊക്കരിച്ച് പോയാൽ നമ്മൾ ഓടി വന്ന് എടുത്തോണം, ഇല്ലെങ്കിൽ ചവിട്ടി പൊട്ടിക്കും. കൊത്തി കുടിക്കത്തില്ല, മുട്ട ചവിട്ടി പൊട്ടിച്ചാളെ. അതുകൊണ്ട് നമ്മൾ തുറക്കാറില്ല. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പറന്നു പോകും, അത് നമുക്കൊരു വിഷമമല്ല. അതുകൊണ്ട് നമ്മൾ തുറക്കത്തില്ല, ഇങ്ങനെ കൂട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് കൂട് മാറ്റാനൊക്കെ വലിയ പാടാ. ഇത് നമ്മളിപ്പം കൈരളി കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. 5 മണിയാകുമ്പോൾ എത്തും കോഴികൾ. അപ്പം അവർക്ക് വേണ്ടി വിരിച്ചിട്ടിരിക്കുവാണ്. വന്നിപ്പോൾ പകലായതുകൊണ്ട്, നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമുക്ക് പകലിൽ ലൈറ്റിട്ട് കൊടുക്കണ്ട, രാത്രി ലൈറ്റിട്ട് കൊടുത്താൽ മതി. ഇന്ന് 5 മണിക്ക് കോഴിയെ കൊണ്ടുവരും. അവരിന്ന് എത്തുവാണെങ്കിൽ അതിനെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൈരളി കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്കവർ ലൈറ്റിട്ട് കൊടുക്കുകയാണ്. ലൈറ്റിട്ട് കൊടുത്തിട്ട് വാക്സിൻ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കോഴിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.